Hey everybody, welcome back to the classes. Thank you so much for joining me. Today is our class 16 and spoken English 7. അല്ലേ നമ്മൾ ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ക്ലാസ്സുകൾ വരുന്നത്. ഒരു ദിവസം സ്പോക്കൺ ഇംഗ്ലീഷ്, ഒരു ദിവസം ജനറൽ ഇംഗ്ലീഷ് എന്ന രീതിയിൽ. സോ ആദ്യമായിട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഈ പ്ലേലിസ്റ്റിൽ പോയിട്ട് നമ്മുടെ ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ കാണുക. ഇതൊരു കോഴ്സാണ്, ഇത് ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ അല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, പുതിയതായിട്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഡേ 1 മുതൽ കാണാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് 1 അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ആ സീരീസ് മുതലെങ്കിലും കാണുക. ഇതുപോലെ SE1 GE1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് 7 എന്ന് പറയുന്നത് ഗെറ്റ് ടു നോ പീപ്പിൾ എന്ന് പറയുന്നതിൻ്റെ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഒരു പുതിയ ആളെ പരിചയപ്പെടുമ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമുക്ക് ഒരാളുമായി ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലേ. ചിലപ്പോൾ നമ്മളൊരു ലോങ് ജേർണിയിലാണെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കാണുന്ന ആളുകളായിട്ട് നമ്മളൊരു സംസാരം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അല്ലെങ്കിൽ ഒരു പാർക്ക് ബെഞ്ചിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു റൂംമേറ്റ് ഉണ്ട് പുതിയതായി വന്ന് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം, അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ഫാമിലി പുതിയതായിട്ട് താമസം വന്നു അവരെ ഒന്ന് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ആളുകളെ അടുത്തറിയാൻ വേണ്ടി ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. 20 questions ആണ് നമ്മൾ പറഞ്ഞത്. സോ അതിലുള്ള ഓൾമോസ്റ്റ് 10 questions I believe that we have discussed in the previous class, right? സോ അത് നന്നായിട്ട് ചോദിച്ച് എല്ലാവരും പ്രാക്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഒരാളുടെ പേര് ചോദിക്കുന്നത് എങ്ങനെയാണ്, സ്ഥലം ചോദിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ജോലി ചോദിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, എപ്പോഴാണ് ഇവിടെ വന്നതെന്ന്, നിങ്ങൾ എവിടെയാണ് താമസം, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ഒരാളെ ഒരു ജസ്റ്റ് ടു ഗെറ്റ് ടു നോ വിത്ത് സംബഡി, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാവുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ പറ്റുക, കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ ഒരു സ്ട്രേഞ്ചറോട് നമുക്കത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അത് ചോദിച്ച് പ്രാക്ടീസ് ചെയ്യണം. നല്ല ഉറക്കെ അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. വെർ ആർ യു ഫ്രം എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ വെർ ആർ യു ഫ്രം എന്ന് തന്നെ നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ടതുണ്ട്. ഇപ്പം ഹൗ ഡു യു ഗെറ്റ് ടു വർക്ക്, നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോവാറ്, അല്ലെങ്കിൽ വെർ ഈസ് യുവർ ഓഫീസ് ലൊക്കേറ്റഡ്, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ഒരാളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങൾക്കൊരു ലേണിംഗ് ബഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഒരാളെയും കൂടി കണ്ടെത്തുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഓഫ് കോഴ്സ് നമ്മുടെ നോട്ട്സിൽ ആ ചോദ്യവും ഉണ്ടാവും, ആ ചോദ്യത്തിന് പോസിബിളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആൻസേഴ്സ് കൂടി ഉണ്ടായിരിക്കും. അതുകൂടി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇൻ ദിസ് സീരീസ് ലൈക്ക് ഗെറ്റ് ടു നോ വിത്ത് പീപ്പിൾ, ഒരാളെ അടുത്തറിയുമ്പോൾ നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാൻ പഠിക്കാം നമുക്ക്. സോ വൺസ് അഗൈൻ താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് മീ. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റാളുകൾക്ക് ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ബേസിക് ലെവൽ മുതൽ ഇവിടുന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പല ആളുകളും എന്നെ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു, പഠിക്കാൻ പറ്റില്ല എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടു വന്നപ്പോൾ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ മനസ്സിലായ പോലെ തോന്നുന്നുണ്ട്, ഞങ്ങളിനി സ്ഥിരമായിട്ട് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും. വളരെ സന്തോഷം. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ഗൈസ് ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഫ്രം മൈ ചാനൽ. So this channel will be there always for you guys to start learning from the very basic level. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സോ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ താഴെ കൂടി ഒന്ന് എഴുതി ഇടുകയാണെന്നുണ്ടെങ്കിൽ മറ്റാളുകൾക്ക് കാണുമ്പോൾ അവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇതുപോലെ അടുത്ത് പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ചോദിക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ ഒരാളോട് നിങ്ങളുടെ നാട് എവിടെയാണെന്ന് ചോദിച്ചു, അവർ നമ്മളോട് നാട് ചോദിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കില്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ മലപ്പുറത്ത് നിന്നാണ്, ഞാൻ ഒരു കോട്ടയത്തുള്ള ഒരാളെയാണ് പരിചയപ്പെട്ടെന്ന് നോക്കുക. അപ്പോൾ കോട്ടയത്താണ് നിൽക്കുമ്പോൾ നിങ്ങൾ മലപ്പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കില്ലേ, അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കില്ലേ നിങ്ങൾ കോട്ടയത്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടോ മുമ്പ് നിങ്ങൾ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. സോ അതിന് നമ്മൾ ചോദിക്കുന്നത് ഹാവ് യു എവർ ബീൻ ടു എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. എന്താണ്, ഹാവ് യു എവർ ബീൻ ടു കോട്ടയം, ഹാവ് യു എവർ ബീൻ ടു കോഴിക്കോട്, അല്ലെങ്കിൽ ഹാവ് യു എവർ ബീൻ ടു ദുബായ്, ഹാവ് യു എവർ ബീൻ ടു ലണ്ടൻ. ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും എന്ന് വെച്ചാൽ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റിയാണ് ചോദിക്കുന്നത് അല്ലേ. നിങ്ങൾ മുമ്പ് ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ മീനിങ് വരുന്നത്. സോ അവിടെ ബീൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അവിടെ എന്താ ഹാവ് യു എവർ ഗോൺ ടു എന്ന് പറയാറില്ല. അത് നമ്മൾ പിന്നെ ഈ ഗോൺ അവിടെ യൂസ് ചെയ്യുക സാധാരണ ഇപ്പോൾ ഒരാൾ ഇന്ന സ്ഥലത്തേക്ക് പോയോ എന്ന് ചോദിക്കാനാണ്. ഇവിടെ നമ്മൾ പോയോ എന്നല്ല ഉദ്ദേശിക്കുന്നത്, വന്നിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ പോക്കും വരവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിനായതുകൊണ്ടാണ് ബീൻ എന്ന് ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ജനറൽ ഇംഗ്ലീഷിൽ ലെസൺസിൽ വരും.
സോ ഞാനത് ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. ഹാവ് യു എവർ ബീൻ ടു, പിന്നെ ആ സ്ഥലത്തിൻ്റെ പേര്. സോ അവിടെ നിങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമ്മളോട് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? യെസ്, ഐ ഹവ് ബീൻ ദർ വൺസ് അങ്ങനെ പറയാം. ഇപ്പം ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഐ ഹാവ് ബീൻ ദർ വൺസ് എന്ന് പറയാം. അല്ലെങ്കിൽ നോ, ഐ ഹാവ് നെവർ ബീൻ ദർ. ഇല്ല, നോ ഇല്ല, ഐ ഹാവ് നെവർ ബീൻ ദർ, ഇല്ല ഞാൻ അവിടെ മുമ്പ് പോയിട്ടില്ല എന്നൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നോട്ട് യെറ്റ്, നോട്ട് യെറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല ഇതുവരെ പോയിട്ടില്ല, ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് ദർ ഇൻ മൈ ട്രാവൽ ലിസ്റ്റ് ഓർ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയാം. ഇല്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷേ അത് എൻ്റെ ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് തന്നെയാണ് എന്നൊക്കെ നമുക്ക് പറയാം. സോ ഈ രീതിയിലൊക്കെ നമുക്കതിന് ആൻസർ ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിലും ഇതേപോലെ ബീൻ വരുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ എത്ര കാലമായി, ഇപ്പോൾ നമ്മൾ ചോദിക്കില്ല, ഇപ്പോൾ നമ്മൾ അവിടെ പുതിയതായിട്ട് ചെന്നാണെങ്കിൽ നമ്മൾ മറ്റൊരാളോട് ചോദിക്കില്ലേ നിങ്ങളിപ്പോൾ എത്ര കാലമായി ഇവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ. സോ അത്തരം ഒരു ചോദ്യം എങ്ങനെ ചോദിക്കാം? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? എന്താ ചോദിക്കുക? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? സോ അവിടെയും ബീൻ കണ്ടില്ലേ? സോ അത് എന്തുകൊണ്ടാണ് ഈ ഹാവ് ബീൻ ഒക്കെ വരുന്നത് എന്നൊക്കെ ഉള്ളത് ഇംഗ്ലീഷിൻ്റെ റൂൾസ് ആണ്. അത് നമ്മൾ ജനറൽ ഇംഗ്ലീഷിൻ്റെ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇത് ജസ്റ്റ് ഒരു സ്പോക്കൺ പേർപ്പസിൽ എടുക്കുക. സോ ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? നിങ്ങളിപ്പോൾ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇപ്പം ജസ്റ്റ് എ കപ്പിൾ ഓഫ് മന്ത്സ്, ജസ്റ്റ് എ കപ്പിൾ ഓഫ് മന്ത്, ഞാൻ ഇല്ല ഒരു 2 മാസമായി എന്ന് പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് എ കപ്പിൾ ഓഫ് വീക്സ് അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഇയേഴ്സ്, ആ രീതിയിൽ ജസ്റ്റ് പറയാം. അല്ലെങ്കിൽ ഐ ഹവ് ബീൻ ഹിയർ ഫോർ 4 years, ഐ ഹവ് ബീൻ ഹിയർ ഫോർ 4 years, ഞാനിവിടെ ഒരു 4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഐ ഹവ് ബീൻ ഹിയർ ഫോർ 6 months, ഞാൻ ഒരു 6 മാസമായിട്ട് ഇവിടെ ഉണ്ട്. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് 1 year, ജസ്റ്റ് 2 years എന്നൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് അങ്ങനെ പറയാം. സോ ഈ രീതിയിലൊക്കെയുള്ള ആൻസേഴ്സ് അതിന് കൊടുക്കാം. ആൻസേഴ്സ് പിന്നെ എൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ എത്ര ഭാഷ സംസാരിക്കും എന്നൊക്കെ ചോദിക്കില്ലേ? നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഭാഷ സംസാരിക്കും എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളായിട്ടായിരിക്കും സംസാരിച്ചത്. സോ അദ്ദേഹം ചിലപ്പോൾ നമ്മളോട് മലയാളത്തിൽ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് മലയാളം അറിയാമെന്ന്, അല്ലേ? അപ്പോൾ നമ്മളൊരു ക്യൂരിയോസിറ്റിയോടൊക്കെ ചോദിക്കില്ലേ നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഭാഷ സംസാരിക്കും എന്നൊക്കെ ചോദിക്കില്ലേ? സോ അതിനെന്താ ചോദിക്കുക? ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? എന്താ ചോദിക്കുക? ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? സോ ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്നുള്ള ഒരു നമ്പർ ഓഫ് കൗണ്ടിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലേ? സോ ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക്? നിങ്ങൾ എത്ര ഭാഷ സംസാരിക്കും? ഐ സ്പീക്ക് ജസ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷും മലയാളം സംസാരിക്കും. ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹിന്ദി, ഒരു കുറച്ച് ഹിന്ദിയും സംസാരിക്കും. ഈ രീതിയിലൊക്കെ അതിന് റിപ്ലൈ ചെയ്യാം നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ. മറ്റൊരാളോട് ചോദിക്കാനാണെങ്കിൽ ഹൗ മെനി ലാംഗ്വേജസ് ഡു യു സ്പീക്ക് എന്ന് ചോദിക്കാം. സോ ഈ ചോദ്യങ്ങളൊക്കെ എന്താണ്? നമ്മളൊരു പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആൾ, നമ്മളിപ്പോൾ ഒരാളോട് എന്നും ഇപ്പോൾ അങ്ങനെ ചോദിക്കില്ലല്ലോ. സോ പുതിയതായിട്ടൊരു സ്ട്രേഞ്ചറെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്, അല്ലേ? ആദ്യം നമ്മൾ കണ്ടത് ജസ്റ്റ് സിംഗിൾ വേർഡ്സ്, അതായത് പവർ വേർഡ്സ് കണ്ടു. അത് നമ്മൾ ലൈഫിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വെറുതെ ഇത് കണ്ടുപോയതുകൊണ്ട് കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് 2 words ഉള്ള സെൻറ്റൻസുകൾ മാത്രം നമ്മൾ കണ്ടു. അതിലിനി ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിൽ അന്നൊരു 15 സെൻറ്റൻസുകളാണ്. ഇനി അതുപോലെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാവുന്ന ചെറിയ സെൻറ്റൻസ് വെച്ചുള്ള ഒരു വീഡിയോ കൂടി നമുക്ക് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗെറ്റ് ടു നോ വിത്ത് പീപ്പിൾ, അതിലെ പാർട്ട് 2 ആണിത്. സോ ഇങ്ങനെ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആവശ്യം വരാൻ സാധ്യതയുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ആൻഡ് വി സീ ഹൗ ടു യൂസ് ഇംഗ്ലീഷ് ദർ. യു ഗോട്ട് മൈ പോയിന്റ്? This is the logic, or this is the entire plan of our videos. Plus we will see the general English in a separate session where we learn what are the basic rules we should learn while making a sentence in English. This is what we are doing currently in our channel. Okay, so stay tuned. Daily come back here, check the videos and practice daily. Okay, so let me move on to the next question. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര കാലമായി ഇവിടെ എന്ന് നമ്മൾ ചോദിച്ചു. ഇനി നമ്മൾ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ചെറിയ ഒരു സ്റ്റേ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ പേർപ്പസിന് ഒരു സ്ഥലത്ത് പോയി 2 ആൾ കൂടി റൂം എടുത്തു, അപ്പോൾ മറ്റേ ആൾ സ്ട്രേഞ്ചേഴ്സ്, നമ്മൾ ചോദിക്കില്ലേ നിങ്ങൾ എന്നാണ് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുക? അതിന് ഉള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്ത്? വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ബാക്ക്?
എന്താ ചോദിക്കുക? വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ബാക്ക്? വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ബാക്ക്? അത് അങ്ങനെ പറഞ്ഞ് ശീലിക്കാം. വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ബാക്ക്? അങ്ങനെ ഒരു ഇൻറ്റോണേഷനൊക്കെ കൂട്ടി നമ്മുടെ ആ ചോദിക്കുന്ന ട്യൂണിനും അതിൻ്റെ റിഥത്തിനൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു എന്ത് കിട്ടുന്നത്, ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത്. റൈറ്റ്? സോ വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ബാക്ക്? അങ്ങനെ ചോദിച്ച് സ്പീഡാക്കി എടുക്കാം. വെൻ വേർഡ് ബൈ വേർഡ് പറയുകയാണെങ്കിൽ വെൻ ആർ യു ഗോയിങ് ടു ഗോ, വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ബാക്ക്? നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്? സോ അതിന് റിപ്ലൈ ആയിട്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ പ്രോബബ്ലി ഗോ ബാക്ക് in 2 months. I will probably go back in 2 months. ഒരു പക്ഷേ ഞാൻ ഒരു 2 മാസത്തിന് ശേഷം, ഓർ ഐ വിൽ പ്രോബബ്ലി ഗോ ബാക്ക് ആഫ്റ്റർ 6 months. ഞാനൊരു 6 മാസത്തിന് ശേഷം തിരിച്ചു പോകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോട്ട് ഷുവർ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല, ഉറപ്പില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൈ വർക്ക്. അതെൻ്റെ വർക്കിന് അനുസരിച്ചായിരിക്കും, അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? ഐ എം പ്ലാനിങ് ടു റിട്ടേൺ ഓൺ നെക്സ്റ്റ് സമ്മർ. അടുത്ത സമ്മറിൽ തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ പ്ലാന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയാം. നമുക്ക് അവരോട് ചോദിക്കണമെങ്കിൽ എന്ത് ചോദിക്കാം? വെൻ ആർ യു പ്ലാനിങ് ടു ഗോ ബാക്ക്? നിങ്ങൾ എപ്പോൾ തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ വീക്കെൻഡ്? അല്ലെങ്കിൽ ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം? അപ്പോൾ നമ്മളൊരു പുതിയ ആളോട് ഒക്കെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്, അല്ലേ? ഹൗ ഡു യു സ്പെൻഡ് യുവർ വീക്കെൻഡ് അല്ലെങ്കിൽ ഫ്രീ ടൈം? നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറ്? എങ്ങനെയാണ് വീക്കെൻഡൊക്കെ എന്താ ചെയ്യാറ്? ഇപ്പം നമ്മളൊരു പുതിയ സ്ഥലത്ത് നിന്ന് അവിടെ എവിടെയാണ് ഇപ്പോൾ പാർക്കുള്ളത്, എവിടെയാണ് ബീച്ചുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് തിയേറ്റേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ എവിടെയാണ് ഉള്ളത്? ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. സോ നമ്മൾ ചോദിക്കൂലേ, സോ ഹൗ ഡു യു സ്പെൻഡ് യുവർ വീക്കെൻഡ് ഓർ ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം ഹിയർ എന്നൊക്കെ ചോദിക്കണ്ടേ? സോ അങ്ങനെ ചോദിക്കാം. അതിന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഫ് സംബഡി ആസ്ക് യു, നമുക്ക് എങ്ങനെ റിപ്ലൈ ചെയ്യാം? ഈ റിപ്ലൈ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഒരു റിപ്ലൈ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചില ഫ്രേസസും ആ ഒരു ഔട്ട്ലൈനും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പറയേണ്ടി വരും. ചിലപ്പോൾ ചില ആളുകൾ ഐ യൂഷ്വലി വാച്ച് മൂവീസ് അല്ലെങ്കിൽ ഐ യൂഷ്വലി റീഡ് ബുക്സ്, അങ്ങനെ പറയാം. ഐ നോർമലി ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ സാധാരണ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് എന്ത് ചെയ്യാറാണ്? ഹാങ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കറങ്ങുക ഒക്കെ ചെയ്യുന്നതാണ് ഹാങ് ഔട്ട് ചെയ്യുക. സോ ഐ നോർമലി ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഐ സ്പെൻഡ് മൈ വീക്കെൻഡ് ഓർ ഫ്രീ ടൈം വിത്ത് മൈ ഫാമിലി, ഇങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ഐ ഗോ ടു ദ നിയർ ബൈ ബീച്ച് ഓർ ഐ ഗോ ടു ദ നിയർ ബൈ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീക്കെൻഡ് എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാറ് എന്ന് പറയാം. നമുക്ക് ചോദിക്കണമെങ്കിൽ ഹൗ ഡു യു സ്പെൻഡ് യുവർ വീക്കെൻഡ് എന്ന് ചോദിക്കാം. പിന്നെ ചിലപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലേ? സോ മാരീഡ് ആണോ എന്ന് ചോദിക്കാൻ ജസ്റ്റ് ആർ യു മാരീഡ് എന്താ ചോദിക്കുക? ആർ യു മാരീഡ് ആണോ? സോ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? യെസ് ഐ ആം എന്ന് പറയാം. നോ ഐ ആം നോട്ട്, ഇല്ല മാരേജ് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നോട്ട് യെറ്റ്, ഇല്ല ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നോ ഐ എം സിംഗിൾ എന്നൊക്കെ കല്യാണം കഴിക്കാത്ത സിറ്റുവേഷനിൽ പറയാം. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഐ എം മാരീഡ് എന്ന് പറയാം. പിന്നെ കുട്ടികളുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് ചിൽഡ്രൻ? വെരി സിമ്പിൾ, റൈറ്റ്? ഡു യു ഹാവ് ചിൽഡ്രൻ? നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? യെസ് ഐ ഹാവ് 2 kids അല്ലെങ്കിൽ 3 children അല്ലെങ്കിൽ നോട്ട് യെറ്റ് എന്നൊക്കെ പറയാം. നോട്ട് യെറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല ഇതുവരെ കുട്ടികളായിട്ടില്ല എന്നർത്ഥം. അല്ലെങ്കിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികളുണ്ടെന്ന് പറയാം. അതൊക്കെ സിമ്പിൾ ആൻസേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഡു യു ഹാവ് സിബ്ലിങ്സ് എന്ന് ചോദിക്കാറുണ്ട്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ മലയാളത്തിൽ കൂടപ്പിറപ്പുകൾ എന്ന് പറയില്ലേ, അതായത് സഹോദരങ്ങൾ, ജ്യേഷ്ഠാനിയന്മാർ, പെങ്ങന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് സിബ്ലിങ്സ് എന്ന് പറയുക. സോ ഡു യു ഹാവ് സിബ്ലിങ്സ് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് സിബ്ലിങ്സ് ആരും ഇല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട് വന്ന് നോക്കുമ്പോൾ പുള്ളി പറയുന്ന വീട്ടിൽ ആരും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, ഡു യു ഹാവ് സിബ്ലിങ്സ്? നിങ്ങൾക്ക് സിബ്ലിങ്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് കൂടപ്പിറപ്പുകളില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ പറയാം. ഐ ഹാവ് 1 elder brother and 1 younger sister. എനിക്കൊരു മൂത്ത സഹോദരനും ഉണ്ട്, പിന്നെ എൻ്റെ താഴെ ഒരു പെങ്ങളും ഉണ്ട്. 1 elder brother, 1 younger sister. അത് ഇനി നമ്പേഴ്സിനനുസരിച്ച് മൂത്ത ആളുകളെ നമ്മൾ എൽഡർ എന്ന് പറയും, നമ്മുടെ താഴെയുള്ള ആളുകളെ യങ്ങർ എന്ന് പറയും. ആ രീതിയിൽ നമുക്കുള്ള സിബ്ലിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഐ ഓൺലി ഹാവ് 1
യങ്കർ സിസ്റ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവ് 2 elder brothers എന്ന് പറയാം. സോ അതെങ്ങനെയാണോ നമുക്കുള്ളത് വെച്ചാൽ അതുപോലെ പറയാം. പിന്നെ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ നാട്ടിലൊക്കെ എത്ര തവണ പോവാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നാട്ടിൽ പോവാറ് എന്നൊക്കെ ചോദിക്കില്ലേ നമ്മൾ. അത്തരം ഒരു ചോദ്യമാണ് എന്ത്, ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഫാമിലി. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഫാമിലി. ഹൗ ഓഫൺ ഡു യു ഗോ ബാക്ക് ഹോം, അങ്ങനെയും ചോദിക്കാം. നിങ്ങൾ എത്ര തവണ അല്ലെങ്കിൽ എത്ര സമയം കൂടുമ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് പോവും, അല്ലെങ്കിൽ എത്ര സമയം കൂടുമ്പോൾ നിങ്ങൾ ഫാമിലിയിലേക്ക് തിരിച്ചു പോകാറുണ്ട് എന്നൊക്കെയുള്ള ചോദ്യം. ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ എത്ര തവണ അല്ലെങ്കിൽ എത്ര സമയം കൂടുമ്പോഴെന്നാണ്. സോ ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഫാമിലി. സോ അങ്ങനെ ചോദിക്കാം. ഇനി നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പോകാറ്, അപ്പോൾ അത് പറയുന്നതിനൊരു ഔട്ട്ലൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുകിൽ once in a week, ആഴ്ചയിൽ ഒരു ദിവസം പോവും, അല്ലെങ്കിൽ twice in a month, ഒരു മാസത്തിൽ 2 പ്രാവശ്യം പോവും, അല്ലെങ്കിൽ I visit my family every year, once in a year, വർഷത്തിലൊരു പ്രാവശ്യം പോകും. ഇപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വർഷത്തിലൊരു പ്രാവശ്യമൊക്കെ ആയിരിക്കും ലീവ് കിട്ടുക. പിന്നെ ചില ആളുകൾക്ക് 6 months വരാൻ പറ്റുന്നവരുണ്ടാവും. സോ എങ്ങനെയാണോ നമ്മുടെ സിറ്റുവേഷൻസാൽ once in a year, twice in a year, once in a month, ഇങ്ങനെ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ പോവാറ് വെച്ചാൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഓൺലി ഡ്യൂറിങ് വീക്കെൻഡ്, ഓൺലി ഡ്യൂറിങ് ഹോളിഡേയ്സിൽ മാത്രമേ ഫാമിലീൻ്റെ അടുത്ത് പോകാറുള്ളൂ, അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രമേ പോകാറുള്ളൂ, ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഓൺലി ഡ്യൂറിങ് മൈ ആനുവൽ വെക്കേഷൻ, ഞാൻ എൻ്റെ ആനുവൽ വെക്കേഷന് മാത്രമേ വീട്ടിലേക്ക് തിരിച്ചു പോകാറുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള റിപ്ലൈസ് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ കാഷ്വലായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ് എന്ത്, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് ചോദിച്ചാൽ എന്താണ് ഈ ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ? ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ. അതിനാണ് നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന കാര്യം. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ 1 വർഷമായിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് വന്നിട്ട്, അല്ലെങ്കിൽ ഇയർലി ലീവ് കിട്ടുന്ന ആളാണ്. സോ 1 മാസം കൂടിയുള്ളൂ വെക്കേഷൻ കിട്ടാൻ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ആ കാര്യം ഇങ്ങനെ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഗോ ബാക്ക് ഹോം ഡ്യൂറിങ് വെക്കേഷൻ, അല്ലേ? അതിങ്ങനെ കാത്തിരിക്കുകയാണെന്ന് പറയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ കല്യാണം വരാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി വരാനുണ്ടാവും. സോ ഈ വീക്കെൻഡിൽ അത് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ വി വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സോ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, നമ്മുടെ ലൈഫിൽ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ടാവും, നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ടാവും. സോ വി വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു ജോയിനിങ് ദ ന്യൂ ജോബ്. സോ ഇങ്ങനെയുള്ള നിങ്ങൾ പ്രതീക്ഷയോടെ എന്താണ് ഇനിയിപ്പോൾ ലൈഫിൽ അടുത്ത ഒരു പ്രതീക്ഷ എന്താണ്, അല്ലെങ്കിൽ അടുത്ത ഒരു സന്തോഷം എന്താണ് എന്നൊക്കെ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് ഒരാളായിട്ട് കുറച്ച് പേഴ്സണലായിട്ട് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കൂലേ, സോ ബൈ ദ വേ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു, എന്താണ് ഇപ്പോൾ നീ ഇങ്ങനെ ഒരു പ്രതീക്ഷ എന്താണ് ലൈഫിൽ എന്ന് ചോദിക്കില്ലേ? സോ അങ്ങനത്തെ ഒരു ചോദ്യമാണ് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു. സോ അതിന് നമുക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മൈ വെക്കേഷൻ നെക്സ്റ്റ് മന്ത്, or I am looking forward to my friend's birthday party this weekend. ഈ വീക്കെൻഡിൽ നല്ലൊരു അടിപൊളി പാർട്ടി ഉണ്ട്, ഇനിയിപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ സംഭവം എന്ന രീതിയിലൊക്കെ നമുക്ക് അതിന് ആൻസർ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു ചോദ്യമാണ്, അതുപോലത്തെ മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ യു പാഷനേറ്റ് അബൌട്ട്. വാട്ട് ആർ യു പാഷനേറ്റ് അബൌട്ട്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് വെച്ചാണ് നിങ്ങളുടെ പാഷൻ. ഇപ്പോൾ ചില ആളുകൾ ചിലപ്പം തൽക്കാലം ഇപ്പോൾ ഒരു ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും, വേറെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ എത്തുക, അല്ലെങ്കിൽ ഇതിൽ തന്നെയുള്ള മറ്റെന്തെങ്കിലും ഒരു ഏരിയയിൽ എത്തുക എന്നുള്ളതൊക്കെ ആയിരിക്കും അവരുടെ ഉള്ളിലുള്ള പാഷൻ. തൽക്കാലം ഇപ്പോൾ ലൈഫിലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഇന്നതാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്. സോ അതിനെക്കുറിച്ച് നമ്മളൊരാളോട് ചോദിക്കുന്നതാണ് വാട്ട് ആർ യു പാഷനേറ്റ് അബൌട്ട്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ലക്ഷ്യം, എന്താണ് നിങ്ങളുടെ ഒരു പാഷൻ. അപ്പോൾ അങ്ങനെ നമ്മളോടിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം, I am passionate in photography. I am passionate in photography. എനിക്ക് ശരിക്കും പാഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിലാണ്, പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ളൂ. സോ നമ്മളുടെ ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ കാണുന്ന നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അതാണ് അവിടെ നമ്മൾ പറയേണ്ടത്. സോ ഐ എം ആക്ച്വലി പാഷനേറ്റ് അബൌട്ട് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ ഐ റിയലി കെയർ അബൌട്ട് മ്യൂസിക്. മ്യൂസിക്കാണ് ശരിക്കും ഞാൻ വേണ്ട രീതിയിൽ ഞാൻ ശ്രദ്ധിക്കുന്ന സംഭവം. ഇതിങ്ങനെ ഒരു ടെമ്പററി ആയിട്ട് അങ്ങനെ പോകുന്നു, അധികം വൈകാതെ എന്ത് ചെയ്യണം, മ്യൂസിക്കിലേക്ക്
ഫുൾ ടൈം ആവണം എന്നൊക്കെയുള്ള അതാണ് നമ്മുടെ പാഷനിലാണല്ലോ നമ്മൾ ഫുൾ ടൈം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷ ഉണ്ടാവുക. സോ അതിനെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത്, വാട്ട് ആർ യു പാഷനേറ്റ് അബൌട്ട്. സോ അതിൻ്റെ ആൻസേഴ്സ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. സോ ഐ എം ആക്ച്വലി പാഷനേറ്റ് അബൌട്ട് മ്യൂസിക്, അല്ലെങ്കിൽ ഐ റിയലി കെയർ അബൌട്ട് ഫോട്ടോഗ്രഫി, അല്ലെങ്കിൽ ഐ എം പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ്. സോ ഐ എം പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ്. ഞാൻ ടീച്ചിങ് ആണ് ശരിക്കും എൻ്റെ പാഷൻ. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഈ സെയിൽസ് ജോബ് കിട്ടിയപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ. ടീച്ചിങ്ങിന് ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി ഐ എം പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ്. സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരം ആൻസേഴ്സ് അത്തരം ചോദ്യങ്ങൾക്ക് കൊടുക്കാം. ഒരാളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ പറയണം എന്തെന്ന് ഈ ജോലിയൊന്നും ശരിയാവില്ല, ഞാൻ സത്യത്തിൽ ഇതൊന്നും ചെയ്യണം എന്ന് ഉദ്ദേശിച്ച ആളല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാം എന്ത്, ദെൻ വാട്ട് ആർ യു പാഷനേറ്റ് അബൌട്ട്. നീ എന്താണ് ശരിക്കും നിൻ്റെ പാഷൻ എന്താണ്? സോ ഐ എം പാഷനേറ്റ് അബൌട്ട്. സോ അങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ വരുന്നത്. സോ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ചോദിക്കാൻ പഠിക്കുക. ചോദിക്കാൻ എന്തായാലും പഠിക്കുക, സിറ്റുവേഷൻ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ ചില ആളുകൾ ഫുഡ് ഹാബിറ്റ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. സോ നമുക്ക് ചോദിക്കാം എന്ത്, വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് യു ഈറ്റ്. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് യു ഈറ്റ്. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് യു ഈറ്റ്. നീ എന്ത് ടൈപ്പ് ഫുഡാണ് കഴിക്കാറ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണോ, നോൺ വെജിറ്റേറിയൻ ആണോ, എഗിറ്റേറിയൻ ആണോ, ഇങ്ങനെയൊക്കെ പല ടൈപ്പ് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കില്ലേ ആളുകൾക്ക്. സോ അത് ചോദിക്കുന്നത്. സോ വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് യു ഈറ്റ്. നിങ്ങൾ എന്ത് ടൈപ്പ് ഫുഡാണ് കഴിക്കാറ്. ആർ യു വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ ഓർ പ്യുവർ വെജിറ്റേറിയൻ ഓർ എഗിറ്റേറിയൻ, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇത്രയൊക്കെ ചോദിച്ചാൽ തന്നെ അത്യാവശ്യം ഒരു ആളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലേ. സോ ഇതിങ്ങനെ ക്വസ്റ്റ്യനെയർ പോലെ എല്ലാവരോടും എപ്പോഴും ചോദിക്കും എന്നല്ല, നമ്മൾ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ചെയ്തെന്നുള്ളൂ. സോ ഇതുപോലെയുള്ള ഇതൊക്കെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടേഴ്സ് ആണ് അല്ലേ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചോദിക്കുക, നമ്മൾ പഠിച്ചു വെക്കുക, പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരാളെ പോയി പരിചയപ്പെടുമ്പോൾ അതെങ്ങനെ ചോദിക്കും ഇതെങ്ങനെ ചോദിക്കും എന്ന ഡൗട്ട്സ് ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. നമുക്കൊക്കെ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അറിയാത്ത ആളുകൾ നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ നമ്മുടെ ലൈഫിലെ മറ്റൊരു സിറ്റുവേഷൻ എടുത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ച് വരിക. നമ്മൾ ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. We are slowly coming to English speaking. So English is a foreign language. We are habituated to Malayalam. So it will take some time to get our speech organs to get used to a foreign language, right? Our tongue, our lips, our throat and such kind of speech organs are there. So we have to reprogram those speech organs. So that's why I bring in front of you small situations, simple situations where you can manage with English using simple structures, phrases and words, and eventually we will go to much deeper into the topics, much complicated things we will discuss. We will take more and more situations and at the end of the course you guys will be able to manage any situation in English. No worries, you guys stay tuned. Come along with me, never go back, always come in and check for new videos. I will upload almost every day